സുമംഗലി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സന്ദീപിനെയും മാധുരിനെയും കാണാനായിട്ട് അർച്ചനയുടെ അമ്മയും അച്ഛനും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായല്ലോ. അവരോടൊക്കെ അവന്തിക മോശമായിട്ടാണ് സംസാരിച്ചത്. ഇതറിയുന്ന സേതുമാധവൻ അവന്തികേനെ ശകാരിച്ചോണ്ട് പറയണേ, വീട്ടിൽ വരുന്നവരെ ഒരിക്കലും വിഷമിപ്പിച്ച് വിടാൻ പാടില്ല. അവരോട് മോശമായൊരു രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ഒരിക്കലും നിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. ഇതൊന്നും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ സേതുമാധവൻ അവരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവന്തികയ്ക്ക് വല്ലാതെ ദേഷ്യമൊന്നുണ്ട്. എന്നാലും സേതുമാധവൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയാനായിട്ട് തെറ്റുപറ്റി വെച്ചാൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുവാണ്. പിന്നീട് അർച്ചനയുടെ അച്ഛനെയും അമ്മയോട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ് സച്ചി. അങ്ങനെ അവരോട് സച്ചിയും സേതുമാധവനും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും അനൂപ് അവിടെ എത്തുന്നത്. അനൂപിനെ കാണുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ട്. ആതിരയും ഏട്ടനെ കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടിയ പോലെ നിൽക്കുവാണ്. ഈ സമയം അനൂപ് സച്ചിയോടൊന്ന് സംസാരിക്കണമെന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ സച്ചി അനൂപിൻ്റെ കൂടെ സംസാരിക്കാൻ ചെല്ലുവാണ്. അന്നേരം തന്നെ സഹായിച്ചത് സച്ചിയാണെന്ന് തിരിച്ചറിഞ്ഞ അനൂപ് സച്ചിയോട് നന്ദി പറയാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അനൂപിൻ്റെ മാറ്റമൊക്കെ കാണുമ്പോൾ സച്ചിക്കും ഒത്തിരി സന്തോഷമാകുവാണ്. അനൂപിൻ്റെ ഈ മാറ്റം കാണുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും ആതിരയ്ക്കും എല്ലാവർക്കും സന്തോഷമാകുവാണ്. മാത്രമല്ല, പോകാൻ നേരത്ത് അനൂപ് ആതിരയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാറിൽ നെല്ലിശ്ശേരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അർച്ചനേനെയും സന്ധ്യേനെയും നന്ദനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇവർക്ക് പിന്നാലെ തന്നെ അവന്തികയുടെ അമ്മാവൻ ഹരിയും കാറിൽ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അർച്ചനയും സന്ധ്യയും കാണുന്നുണ്ട്. അവരെ പ്രദീപിനോട് വേഗം വണ്ടി വിടാൻ പറയുവാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയോ ഹരിയമ്മാവൻ്റെ കണ്ണു വെട്ടിച്ച് അർച്ചന നന്ദനെയും കൂട്ടി നെല്ലിശ്ശേരിയിലെത്തുവാണ്. അങ്ങനെ വീട്ടിലെത്തുന്നതും സന്തോഷത്തോടെ നന്ദൻ കാറ് തുറന്ന് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. ഇതേ സമയം തന്നെ പുറത്തേക്ക് വന്ന അവന്തിക നന്ദനെ കണ്ട് ഞെട്ടിത്തരച്ച് നിൽക്കുവാണ്. എല്ലാം തകർന്നു, എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞ് നന്ദനെ നോക്കി കണ്ണും തുള്ളി കിളിപാർ നിൽക്കുമായിരിക്കും. ഈ സമയം നന്ദൻ അർച്ചനക്കൊപ്പം അവന്തികയുടെ മുന്നിലേക്ക് എത്തുവാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നന്ദന് സത്യങ്ങളെല്ലാം സേതുമാധവൻ അറിയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനിയും അവന്തിക എന്തെങ്കിലുമൊക്കെ ചതി നടത്തുമോ? അപ്പോൾ ഇതറിയാനായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്